സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, Amen.
പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിയൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. Oh
പരിശുദ്ധവും സുദർശനം ബലവാനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തോടൊപ്പം ഞങ്ങളെ കാർഷികയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ ദൈവം. എന്റെ സഹോദരനെ, യെരമ്യ പ്രവാചക പുസ്തകത്തിനുള്ള വായന അധ്യായം 29 വാക്യങ്ങൾ 11 മുതൽ 14 വരെ. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെ കുറിച്ചുള്ള പദ്ധതിയെ എന്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ച് അപേക്ഷിക്കും, എന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രമിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. നിങ്ങളെ ചിതറിച്ചിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ദേശങ്ങളിലും നിന്ന് ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. ഇവിടെ നിന്ന് ഞാൻ നിങ്ങളെ അടിമത്തത്തിലേക്ക് അയച്ചുവോ ആ സ്ഥലത്തേക്ക് തന്നെ നിങ്ങളെ കൊണ്ടുവരും.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും Lesung aus dem Brief des Apostels Paulus an die Philipper. Paulus und Timotheus, Knechte Christi Jesus, an alle Heiligen in Christus Jesus, die in Philippi sind, ihr Bischöf und Diakon, Gnade sei mit euch und Friede, von Gott unserem Herrn und dem Herrn Jesus Christus. Ich danke meinem Gott jedes Mal, wenn ich an euch denke. Immer wenn ich für euch alle bete, tue ich es mit Freude und danke Gott dafür, dass ihr euch gemeinsam für das Evangelium eingesetzt habt, vom ersten Tag an bis jetzt. Ich vertraue darauf, dass er, der bei euch das gute Werk begonnen hat, es auch vollenden wird bis zum Tag Christi Jesus. Es ist nur recht, dass ich so über euch alle denke, weil ich euch ins Herz geschlossen habe. Denn ihr alle habt Anteil an der Gnade, die mir durch meine Gefangenschaft und die Verteidigung und Bekräftigung des Evangeliums gewährt ist. Gott ist mein Zeuge, wie ich nach euch allen sehne, mit der herzlichen Liebe, die Christus Jesus zu euch hat. Und ich bete darum, dass eure Liebe immer noch reicher wird, an Einsicht und Verständnis wird, damit ihr beurteilen könnt, worauf es ankommt. Denn dann werdet ihr rein und ohne Tadel sein für den Tag Christi, reich an der Frucht der Gerechtigkeit, die Jesus Christus gibt, zum Ehren und zum Loben Gottes.
പുറപ്പെട്ടുപോയാൽ പിന്നെ വീണ്ടും ഉറവൂട്ടും. പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടാനില്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല. നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്. മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വെക്കുക സാധ്യമല്ല. വിളക്ക് കൊളുത്തിയാലും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന്മേലാണ് വയ്ക്കുക. അപ്പോൾ അത് ഭവനത്തിലെല്ലാവർക്കും പ്രകാശം നൽകുന്നു. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സത്പ്രവർത്തികൾ കണ്ട് സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഈശോമിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ട സ്റ്റീഫൻ ചെറുപ്പുഴ പിതാവേ, ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ആദ്യമായി തന്നെ ഈ കൂട്ടായ്മയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ, ഊഷ്മളതയോടെ, പ്രാർത്ഥനാപൂർവം എന്നെ ക്ഷണിച്ചതിന്, സ്വാഗതം ചെയ്തതിനും നിങ്ങൾ ഓരോരുത്തരോടും, പ്രത്യേകിച്ച് പ്രിയപ്പെട്ട പ്ലാപ്പളേശനോടുള്ള നന്ദി കൃത്യമായിട്ട് ഞാനിവിടെ നേരുകയാണ്. പ്ലാപ്പളേച്ചൻ്റെ സഹോദരൻ സ്വർഗത്തിലായിരിക്കുന്ന ഷാജി അച്ഛൻ ഞങ്ങളെല്ലാം ഒരു ബാച്ചുകാരാണ്. അച്ഛൻ്റെ കുടുംബവുമായിട്ട് എനിക്ക് നേരിട്ടറിയാം, മാതാപിതാക്കന്മാരെയും കുടുംബാംഗങ്ങളെല്ലാവരെയും. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തികച്ചും അപ്രതീക്ഷിതമായ രീതിയിൽ ഒക്ടോബർ മാസത്തില് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ 21 കർദിനാൾമാരെ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ അവസാനത്തെ പേര് എന്റേതായിരുന്നു നിങ്ങൾക്കറിയാം. ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്ന ഒരു കാര്യം, നമ്മുടെ സ്വപ്നത്തിൽ പോലും, പ്രത്യേകിച്ച് നമ്മുടെ സഭയുടെ പശ്ചാത്തലത്തില് സാധാരണഗതിയിൽ നമ്മുടെ ചിന്തയിലൂടെ പോലും പോകാത്ത ഒരു ദൈവാനുഗ്രഹം സാധാരണക്കാരനായ എനിക്ക് ലഭിച്ചത് വ്യക്തിപരമായിട്ടുള്ള മഹിമയല്ല എന്ന് നമുക്കറിയാം. നമ്മുടെ സഭ, ലത്തീൻ സഭ കഴിഞ്ഞാൽ ഏറ്റവും തീക്ഷ്ണതയോടുകൂടി നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ പ്രേക്ഷിത ചരിത്രത്തോടുകൂടി ലോകമെമ്പാടും പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. അതിന്റെ തെളിവാണ് ഇവിടെ ആയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയുടെയും, നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിത സാക്ഷ്യത്തിന്റെയും, നിങ്ങളുടെ ഓരോരുത്തരുടെയും സഭയോട് ചേർന്നുള്ള പ്രവർത്തനത്തിന്റെയും ഒക്കെ ഫലം കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും പിന്തുണയും എനിക്ക് ആവശ്യമാണ് ശുശ്രൂഷയിൽ മുന്നോട്ട് പോകാനായിട്ട്. സാർവത്രിക സഭ ജൂബിലി ആഘോഷിക്കുന്ന വർഷമാണ് ഈ വർഷം എന്ന് നമുക്കറിയാം. നമ്മുടെ കർത്താവിന്റെ തിരുപ്പിറവിയുടെ ജൂബിലി കത്തോലിക്ക സഭ മുഴുവൻ വിശുദ്ധിയോടെ ആചരിക്കുമ്പോൾ അതേ അവസരത്തില് സ്വിറ്റ്സർലൻഡിലെ സൂറിച്ചിൽ മാർത്തോമായുടെ മക്കളായ നമ്മുടെ ഈ കൂട്ടായ്മ ജൂബിലി ആഘോഷിക്കുന്നത് വളരെ സന്തോഷത്തിന്റെ ഒരു അവസരമാണ്. എല്ലാവർക്കും ഏറ്റവും പ്രാർത്ഥനയോടെ, സ്നേഹത്തോടെ ജൂബിലിയുടെ എല്ലാവിധ നന്മകളും ആശംസകളും ഞാൻ നേരുകയാണ്. ജൂബിലി വർഷം പ്രഖ്യാപിക്കുവാനായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പുറത്തിറക്കിയ തിരുവെഴുത്തിന്റെ തലക്കെട്ട് സ്പെസ് നോൺ കോൺഫോർത്തിത് എന്നാണ്. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. ഈ തിരുവെഴുത്തിന്റെ ആദ്യം പരിശുദ്ധ പിതാവ് പറയുന്നു, ജൂബിലി നമ്മുടെ രക്ഷയുടെ കമാണ്ടമായ മിശനായുമായി വ്യക്തിപരമായിട്ട് കണ്ടുമുട്ടുവാനായിട്ടുള്ള അവസരമാണ്. ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കേണ്ടത്
ഇതാണ്. പ്രകാരമാണ് എനിക്ക് ഈശോയോട് ആത്മീയമായിട്ട് കൂടുതൽ അടുക്കുവാനായിട്ട് സാധിക്കുക. കർദിനാൾ സ്ഥാനത്തെപ്പറ്റി ഞാൻ പറഞ്ഞ അവസരത്തിൽ ഞാൻ എൻ്റെ ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, ഇത് എല്ലാവരുടെയും പ്രാർത്ഥനയുടെയും പ്രത്യേകമായ രീതിയിൽ ലോകത്തിൽ ആയിരിക്കുന്ന ദരിദ്രരായിട്ടുള്ള മനുഷ്യരുടെ ഒരു അനുഗ്രഹവും കൂടിയായിട്ടാണ്, അനുഗ്രഹത്തിൻ്റെ ഫലം കൂടിയായിട്ടാണ്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ, നിങ്ങൾക്കറിയാം, ഏറ്റവും അധികം മറ്റുള്ളവരിലെ ഈശോയെ കണ്ടുകൊണ്ട് അവരിലെ ശുശ്രൂഷ ചെയ്യാൻ, പ്രത്യേകിച്ച് അവർ എളിയവരെ അവരെ ശുശ്രൂഷിക്കുവാനായിട്ട് പിതാവ് പ്രത്യേകം പരിശ്രമിച്ചിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ 18 അപ്പസ്തോലിക യാത്രകൾ പിതാവിനെ അനുഗമിക്കുവാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അവസരങ്ങളെല്ലാം വലിയ ജനക്കൂട്ടങ്ങൾ പിതാവിനെ കാണുവാനായിട്ട് ഓടിയെത്തുമ്പോൾ പിതാവിൻ്റെ കണ്ണുകൾ തറയ്ക്കുന്നത് ആ സമൂഹത്തിലെ ഏറ്റവും ബലഹീനരായിട്ടുള്ളവർ, രോഗികളായിട്ടുള്ളവർ, സഹായം ആവശ്യപ്പെടുന്ന കുഞ്ഞുങ്ങൾ, അതുപോലെ വീൽചെയറിലായിരിക്കുന്ന വ്യക്തികൾ. ആ കണ്ണുകൾ തന്നെയാണ് പിതാവ് എന്നെ കണ്ടെത്തിയത്. ഞാൻ വിവിധ രാജ്യങ്ങളിൽ ശുശ്രൂഷ ചെയ്ത അവസരങ്ങളിൽ ആവും വിധം ഇതുപോലെ പാവപ്പെട്ടവർക്ക് കൊണ്ട് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് സാധിച്ചു. അതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് വ്യക്തിപരമായ മഹിമയേക്കാൾ നമ്മുടെ ഓരോരുത്തരുടെയും ആരാധനയുടെ, വിശുദ്ധ കുർബാനയുടെ അടിസ്ഥാനമാണ്. നമ്മളിവിടെ അർപ്പിക്കുന്ന ബലിയർപ്പണം എന്ന് പറയുന്ന, ഇതെന്റെ ശരീരമാകുന്നു, ഇതെന്റെ രക്തമാകുന്നു എന്ന് അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും സാദൃശ്യത്തിൽ നമ്മളിവിടെ ഈ ബലിയർപ്പണത്തിൽ നമ്മുടെ ഉള്ളിൽ ഈശോ അവതീർണനാകുമ്പോൾ, നമ്മൾ ആ ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ സ്വീകരിക്കുമ്പോൾ, ഈ ബലിക്ക് ശേഷമുള്ള ബലി എന്ന് പറയുന്നത് മറ്റുള്ളവരിലുള്ള ഈശോയുടെ സാന്നിധ്യം, പ്രത്യേകിച്ച് പാവപ്പെട്ടവരും ദരിദ്രരുമുള്ള മിശിഹായുടെ സാന്നിധ്യത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഉൾക്കാമ്പ് എന്ന് പറയുന്നത്. എൻ്റെ വിശ്വാസം അനുസരിച്ച് പാവപ്പെട്ടവരുടെ കണ്ണുനീര്, നമ്മൾ എളിയ രീതി നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷ ഫലമായിട്ട് അവരുടെ കണ്ണുനീരിന്റെ പ്രാർത്ഥനാ നിർഭരമായിട്ടുള്ള ഒഴുക്കെന്ന് പറയുന്നത് സ്വർഗം തുറക്കും. അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയിലെ തിരുരക്തം പോലെ തന്നെ ശക്തമായ കവചമാണ് നമ്മുടെ ജീവിതത്തെ സംരക്ഷിക്കുകയും നമ്മുടെ ജീവിതത്തിന് ഐശ്വര്യത്തിന്റെയും നന്മയുടെയും കൃപയുടെയും വാതിലുകൾ തുറക്കുകയും ചെയ്യുന്ന വലിയ ശക്തി ആ കണ്ണീരിനുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈശോയെ അനുദിനം കണ്ടെത്തുവാനും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാനും നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ തീർച്ചയായിട്ടും നമുക്കറിയാം. നമ്മൾ കഠിനാധ്വാനം ചെയ്താണ് നമ്മളിവിടേക്ക് എത്തിയത്. പക്ഷേ കഠിനാധ്വാനം ചെയ്തിട്ടും ദാരിദ്ര്യമാറാത്ത അനേകം മനുഷ്യർ ലോകത്തുണ്ടെന്ന് മറക്കാതിരിക്കുക. നമുക്ക് ലഭിച്ച ദൈവം തന്ന അനുഗ്രഹങ്ങൾ, ആരോഗ്യം പോലും ദൈവത്തിൻ്റെ കൃപയാണെന്ന് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആ വിശ്വാസം കൂടുതൽ ആഴപ്പെട്ടുകൊണ്ട് ഈ ജൂബിലി പ്രത്യേകമായിട്ട് അർത്ഥവത്താക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിച്ചു കേട്ടത് പ്രകൃതിയിലുള്ള 2 വസ്തുക്കളെ കുറിച്ചാണ്, ഉപ്പും വെളിച്ചവും. ഈശോ പറയുന്നു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്. ഈ വചനഭാഗം വ്യാഖ്യാനിക്കുമ്പോൾ സഭാപിതാവായ ജോൺ ക്രിസോസ്റ്റം ഇങ്ങനെ പറയുന്നു, നിങ്ങൾക്ക് വേണ്ടിയല്ല ഉപ്പായത്, ലോകത്തിന് വേണ്ടിയാണ്. നിങ്ങളെ ഞാൻ തിരഞ്ഞെടുത്തതും അയച്ചതും 2, 10, 20 നഗരങ്ങളിലേക്ക്, ഒരു രാജ്യത്തേക്കും അല്ല, ലോകം മുഴുവനിലേക്കുമാണ്. കരയ്ക്കും കടലിനും അപ്പുറം ലോകം മുഴുവനിലേക്കും നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്. ഉപ്പിന്റെ കാര്യത്തിൽ എന്ന പോലെ പ്രകാശമായി മാറുമ്പോഴും നിങ്ങൾ ഏതാനും നഗരങ്ങൾക്ക് വേണ്ടിയല്ല, ലോകം മുഴുവൻ വേണ്ടിയാണ് പ്രകാശമാകേണ്ടത്. നാം കാണുന്ന സൂര്യനെ കിരണങ്ങളെക്കാൾ
10 ശോഭയേറിയ ആത്മീയ വെളിച്ചമാണ് നിങ്ങൾ എന്നാണ് വിശുദ്ധൻ പറഞ്ഞിരിക്കുക. നാം ഉപ്പും പ്രകാശവുമാകുവാൻ വിളിക്കപ്പെട്ടവരാണ്. എന്നാൽ നമ്മുടെ കുടുംബങ്ങൾക്കോ നമ്മുടെ നഗരത്തിനോ മാത്രമല്ല, ഈശോ നമ്മെ ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ പ്രകാശവുമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. സുവിശേഷത്തിൽ ഈശോ തുടർന്ന് പറയുന്നു, മനുഷ്യർ നിങ്ങളുടെ സത്പ്രവർത്തികൾ കണ്ട് സ്വർഗസ്നായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നമ്മുടെ ഉപരിയോടുള്ള പ്രവർത്തികൾ, നമ്മുടെ നന്മ നാം അറിയാതെ ലോകം മുഴുവൻ പ്രകാശിക്കുന്നു. ജൂബിലിയോടനുബന്ധിച്ച് നാം ഓരോരുത്തർ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ ഈ തരുണത്തിൽ ശ്ലാഘനീയമാണ്. ഈ കൂട്ടായ്മയിലെ ഈ ജൂബിലിയായിട്ട് ബന്ധപ്പെട്ട് സമൂഹത്തിലെ ബുദ്ധിമുട്ടുള്ള കുടുംബങ്ങളെ സഹായിക്കുവാനായിട്ട് ഉള്ള തീരുമാനം സമുചിതമായിട്ട് എടുത്തു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നമുക്ക് ചുറ്റും നമ്മുടെ സത്പ്രവർത്തികൾ സ്വീകരിക്കുവാൻ യോഗ്യരായ അശരണരും അവഗണിക്കപ്പെട്ടവരും പലവിധ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരും ദരിദ്രരും ഏറെയുണ്ട് എന്ന് നമുക്കറിയാം. നാം ഓരോരുത്തരോടും ഇന്ന് പ്രകാശിക്കുന്ന ഈ നന്മയുടെ വെളിച്ചം അണഞ്ഞു പോകാതെ അതെന്നും കെടാതെ സൂക്ഷിക്കുവാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ലോകം മുഴുവൻ ഈശോയുടെ സാന്ത്വനത്തിന്റെയും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സാന്നിധ്യത്തിന്റെ അടയാളമായി ഈ സമൂഹം മാറട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥനയും ആശംസയും. ഈ തിരുബലിയിൽ ഹൃദയപൂർവ്വം കർത്താവ് നമുക്ക് നന്ദി പറയാം. കഴിഞ്ഞ വർഷങ്ങളിൽ ദൈവം ചൊരിഞ്ഞ എല്ലാ നന്മകൾക്കും വഴി നടത്തിയ ഓരോ അവസരങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളെയും സമൂഹത്തെയും കർത്താവിനോട് സമർപ്പിച്ച് ലോകം മുഴുവൻ വേണ്ടി ഉപ്പും പ്രകാശമായി മാറാനുള്ള കൃപ നമുക്ക് ഒരുമിച്ച് യാചിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു എന്നരുളി ചെയ്യുന്ന മിശിഹായെ, സുവിശേഷ ഭാഗ്യങ്ങൾക്ക് ഒത്തവിധം ജീവിച്ചുകൊണ്ട് നിന്റെ സത്യത്തിന് സാക്ഷികളാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പിതാവായ മാർ തോമസ് സ്ലീഹായുടെ മാതൃക അനുസരിച്ച് സത്യവിശ്വാസത്തിന് വേണ്ടി മരിക്കാൻ സന്നദ്ധരായ അനേകം പ്രേക്ഷിതരെ സഭയ്ക്ക് നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധ കൂദാശകളിലൂടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ പവിത്രീകരിക്കുകയും ദൈവിക ജീവൻ നൽകുകയും ചെയ്യുന്ന കർത്താവെ, കൗദാശിക ജീവിതത്തിലൂടെ വിശുദ്ധിയിൽ വളരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പീഡനങ്ങളിലും ക്ലേശങ്ങളിലും സ്ലീഹന്മാർക്ക് പ്രത്യാശയും ധൈര്യവും പ്രദാനം ചെയ്യാൻ പരിശുദ്ധാത്മാവിന് നൽകിയ കർത്താവെ, ജീവിത ക്ലേശങ്ങളുടെ മധ്യേ വസിക്കുന്ന ഞങ്ങൾക്ക് പ്രത്യാശയും ധൈര്യവും നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജീവിതത്തിന്റെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രേക്ഷിതരായി ലോകമെങ്ങും പ്രഘോഷിക്കുവാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലിയോ പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ മാർ ജോസഫ് മരിയ മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോർജ് പൂവക്കാട് പിതാവിനെയും മാർ സ്റ്റീഫൻ ചെറുപ്പണത്ത് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവായ മിശിഹായെ, നിന്റെ കൃപയാൽ ഞങ്ങളെല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിനാൽ പൂരിതരായ സ്നേഹിതന്മാരെ, സുവിശേഷം പ്രസംഗിക്കുവാൻ നിയോഗിച്ച കർത്താവേ, ഉദ്ധിതനായ നിന്നെ അനുഭവിച്ചറിയുന്നതിനും രക്ഷയുടെ സുവിശേഷം ലോകമെങ്ങും പ്രഘോഷിക്കുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണം. എല്ലാ മനുഷ്യരും നിന്നെ രക്ഷകനായി ഏറ്റുപറയുന്നു.
മഹത്വപ്പെടുത്തുന്നതിന് ഇടയാക്കണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ, നിങ്ങൾ കൈവെപ്പിനായി തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷേകത്തിൽ കഠിനമായ രോഗം കുറിച്ചുകൊണ്ടെടുത്ത ജനമായ നക്ഷത്രത്തിന്റെ സഭ നേടിയതാകുന്നു. ദൈവസഭാഗ്രന്ഥമായി പരിശുദ്ധാത്മാവിന്റെ കൃപാകത്താൽ യഥാർത്ഥ പൗരോഹിത്യ പദവികൾ കൈവെപ്പിൽ നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷയിൽ നിന്ന് പരിശുദ്ധമായ സഭാചരിത്രത്തിൽ സവിശേഷ അംഗങ്ങളാകുവാൻ നിസ്സാരവും ബലഹീനരുമായ ഞങ്ങളെ കാരുണ്യത്താൽ യോഗ്യരാക്കി. കർത്താവേ, അങ്ങയുടെ കൃപാവരം ഞങ്ങളെ നിറയ്ക്കുകയും അങ്ങയുടെ ദാനം ഞങ്ങളെ കരങ്ങളിൽ വർഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളെയും അങ്ങ് തെരഞ്ഞെടുത്ത ഈ ജനത്തിന്റെ മേലുണ്ടാകുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നുചേർന്ന് ഞങ്ങളെ അങ്ങുമാരെ വിധപ്പെടുത്തുന്ന നീതിയുടെ പ്രവർത്തികളാൽ ജീവിതകാലം മുഴുവൻ അങ്ങേ ഘോഷിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ.
സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപ്പൊലീത്താമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകരുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയായിരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തിൽ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുഗ്രഹിക്കുകയും മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിന് രക്ഷിക്കും സ്വർഗരാജ്യത്തിൽ നിന്റെ ജീവനും കാരണമാകട്ടെ. എന്റെ സഹോദരേ, തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സഹോദരരെ, ഈശോയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടി കർത്താവിനെ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകകൃതയോടും ഭക്തിയോടും കൂടി നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടി. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ
പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ആരാധ്യമായ നാമം എല്ലാ ദ്രവ്യസ്നേഹം എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാലും ലോകത്തെയും സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരുവികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരുവികളുമായ ഗോപന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. അവർക്ക് നൽകിക്കൊണ്ട്
നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചുകൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് ഞങ്ങൾ നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവൻ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അനുഭവിച്ചുവോ ഞങ്ങളെ സംസ്കരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും മനുഷ്യവർഗം അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിനും അയോഗ്യനായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാനയെ അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും നിശബ്ദവുമായ ബലിമേൽ അങ്ങയുടെ അഭിഷേകത്തിന്റെ രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതികളുടെ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവനസ്മരണം അങ്ങയുടെ ഔന്നത്യവും സമൃദ്ധമായ പ്രയാസം ജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തി സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോമിശിഹായെ അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ത്രീകന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരകന്മാർ, മിത്രന്മാർ, പുരോഹിതന്മാർ, ശംശാന്മാർ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും നിങ്ങളെ പഠിപ്പിച്ചുവെന്ന് എല്ലാ മനുഷ്യരും അറിയട്ടെ. എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും ബോധനിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മകനെയും വിസ്മയാവകമായ പ്രാർത്ഥനയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ അമൂല്യരുടെ സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സ്തുതി
വിശുദ്ധിയുടെ പരിമളത്താൽ പൂരിതരാക്കണം. കഥാവാദിയമേ, കൃഷികാട്ടിൽ സാധിച്ചു അവിടുത്തെ സിംഹാസനാധിപത്യത്തെയും പാപമോചന തിരിച്ചരക്തങ്ങളെയും പരിമളപൂരിതമാക്കണം. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ ഈശോമിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി ജീവനുള്ള അപ്പമാകുന്നു.
സഹോദരരെ, രക്ഷകന്റെ കൃപയാൽ ദേവപുത്രനായ മിശിഹായുടെ ശരീരരക്തങ്ങളെ വളരെയധികം അനുഗ്രഹിക്കപ്പെട്ടൊരു സമൂഹമാണ്. അഭിമന്യ പിതാക്കന്മാരോട് വളരെ സ്നേഹവും ആദരവും പുലർത്തുന്ന ഒരു സഭാ സമൂഹമാണ്. നമ്മുടെ സഭയിലെ ഒട്ടുമുക്ക പിതാക്കന്മാരും ഇവിടെ വന്ന് ദൈവാലയം ബലിയർപ്പിച്ചവരാണ്. 4ഓളം പിതാക്കന്മാർ ദൈവാലയത്തിന് നമുക്ക് ധ്യാനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് വളരെയധികം ഭാഗ്യപ്പെട്ട നിമിഷമാണ്. അഭിമന്യ കർദിനാൾ ജോർജ് പിതാവിൻ്റെയും മുഖ്യകാർമ്മത്തിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ സാധിച്ചു. വലിയൊരു ഭാഗ്യമായിട്ട് കരുതിയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റീഫൻ ചെറുപ്പുറത്ത് പിതാവ് 2016 മുതൽ ഈ സഭാസമൂഹത്തെ കൂടുതൽ കരുതലോടുകൂടി കൊണ്ടു നടക്കുന്ന അഭിമന്യ പിതാവാണ്. 2 പിതാക്കന്മാർക്കും ഞാൻ ഏറ്റവും സ്നേഹത്തോടുകൂടി ഞാൻ നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ വൈദികര്, ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന വൈദികരുണ്ട്. യൂറോപ്പിന്റെ സ്റ്റേഷന് കീഴിൽ ജോലി ചെയ്യുന്ന മാൽട്ടായിലും അയർലൻഡിലും ഇറ്റലിയിലും അതുപോലെ ഫ്രാൻസിലും ഒക്കെ ജോലി ചെയ്യുന്ന ശുശ്രൂഷ ചെയ്യുന്ന വൈദികര്,
ഇവിടെ പഠിക്കുന്ന വൈദികർ എല്ലാവരുടെയും സാന്നിധ്യം അത് വലിയൊരു അനുഗ്രഹത്തിന്റെ നിമിഷമാക്കി മാറ്റുവാൻ സാധിച്ചു. ഇന്നിവിടെ കടന്നു വരുവാനും ഈ ദേവാലയത്തിൽ നമ്മോടൊപ്പം ഈ വിശുദ്ധ കുർബാന പങ്കെടുക്കുവാൻ കാണിച്ച നല്ല മനസ്സിന് നിങ്ങളുടെ എല്ലാവരുടെയും പേര് ഹൃദയപൂർവ്വം എല്ലാ അച്ഛന്മാർക്കും വന്നിട്ടുണ്ട്. നമ്മുടെ ഈ സഭാസമൂഹം വളർത്തിയതും നമുക്കറിയാം. ആരംഭത്തിൽ 1999 ആത്മാവരുടെ ആഗ്രഹത്തോടുകൂടി അഭിമന്യ സ്നേഹബഹുമാനപ്പെട്ട നമ്മുടെ ആര്യങ്കാവിലച്ഛൻ MSTയുടെ നേതൃത്വത്തിൽ ആരംഭം കുറിച്ചതാണ് ഇത്. പിന്നീട് അവരെ നമ്മൾ ആരംഭം കുറിച്ചവരെ നമ്മൾ ആദരിക്കുന്നുണ്ട് ഈ ഫംഗ്ഷനിലൊക്കെയും. അച്ഛനെ ഞാൻ പ്രത്യേകമായിട്ട് ക്ഷണിച്ചിരുന്നു, അച്ഛന് വരാൻ സാധിച്ചില്ല. അച്ഛൻ്റെ ആശംസകൾ പ്രത്യേകമായിട്ട് അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം എത്രയോ വൈദികരാണ് ദേവാലയത്തിൽ ശുശ്രൂഷയ്ക്ക് ഇവിടെ നമ്മളെ സഹായിച്ചത്. ബഹുമാനപ്പെട്ട വർഗീസ് നടക്കലച്ഛന്, അതുപോലെ സക്രിയാസ് താമരക്കാണ്ടച്ഛന്, വിൻസെന്റ് കതറിക്കാട് പുത്തമ്പുര, അതുപോലെ തന്നെ സജി നെടുവിലയും കിസിഞ്ചനും അഖിൽ പ്ലാവിൽ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ബിനോയിച്ചും നമ്മുടെ സന്നിഹിതരാണ്. അച്ഛൻ ആരംഭം മുതൽ നമ്മളെ സഹായിച്ചത് എപ്പോഴും ഉണ്ടായിരുന്നു. തോമസ് കൊച്ചു പുത്തമ്പുര, ബഹുമാനപ്പെട്ട തൈലച്ഛന് ഇവിടെ അന്ന് തൊട്ട് തന്നെ ഈ ദേവാലയം ശുശ്രൂഷ ചെയ്യുകയും ഇപ്പോൾ നമ്മുടെ സഭാ സമൂഹത്തിന് നേതൃത്വം കൊടുക്കുകയും വ്യക്തിയാണ്. അവരെല്ലാവരെയും ഞാൻ ഏറ്റവും സ്നേഹത്തോട് നടക്കുന്നു. അതുകൊണ്ട് തന്നെ അന്മായത് അവരുടെയൊക്കെ ശക്തമായ സാന്നിധ്യവും നേതൃത്വമാണ് ഈ കൂട്ടായ്മ ഇത്രയും ബലമുള്ള ഒരു കൂട്ടായ്മയായിട്ട് സഭയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് സഭാസ്നേഹത്തെ വളർത്തുന്ന ഒരു കൂട്ടായ്മയായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അഭിമാനിക്കാം. എല്ലാവരെയും ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കും, കുഞ്ഞുങ്ങൾക്കും ഇതരങ്ങൾക്കും എല്ലാവർക്കും ഞാൻ ഏറ്റവും സ്നേഹം നന്ദി പറയുന്നു. മറ്റു പല ഭാഗങ്ങളിൽ തീരുവരുണ്ട്, അവർക്കെല്ലാം ഇതിന്റെ ഭാഗങ്ങളിൽ തീരുവരുണ്ട്, അവർക്ക് എല്ലാവർക്കും ഞാൻ പ്രത്യേകം പറയുന്നു. ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ അടുത്ത കർമ്മങ്ങൾ എല്ലാവർക്കും കാപ്പിയും ചെറിയ പലഹാരങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതെല്ലാവരും നിങ്ങൾ കഴിച്ചതിന് ശേഷം തൊട്ട് നമ്മുടെ താഴെയുള്ള കൂടിലേക്ക് എത്തുക. അഭിപിതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ നമ്മൾ മീറ്റിംഗ് ക്രമീകരിച്ചിട്ടുണ്ട്. ആ മീറ്റിങ്ങിലും എല്ലാവരും പങ്കെടുത്തതിന് ശേഷം എല്ലാവർക്കും സ്നേഹവിരുന്ന് ക്രമീകരിച്ചിട്ടുണ്ട്. അത് ക്രമീകരിച്ചവരെല്ലാം ഞങ്ങൾ കൂട്ടി അങ്ങോട്ട് ഓർക്കുകയാണ്. ഒരേ ഹൃദയത്തോടു കൂടി നമ്മൾ പ്രവർത്തിച്ചതിൻ്റെയാണ് ശക്തിയാണിത്. അവിടെ നമുക്ക് കൂട്ടായ്മയുടെ അനുഭവം അവസാന നിമിഷം വരെ അനുഭവിച്ച് നമുക്ക് ഭവനങ്ങളിലേക്ക് തിരിയാം. നമുക്ക് ഇന്ന് ഗായക സംഘത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അവർ ആദ്യമായിട്ടാണ് സുറിയാനി ഭാഷയിൽ ഇന്ന് എല്ലാ ദിവസവും നമ്മൾ പാടുന്നില്ല കേട്ടോ. നമ്മൾ ഇന്ന് അഭിന്റെ പിതാവ് നന്നായിട്ടാണ് അവിടെ ചേർന്ന് പാടി. എല്ലാവർക്കും ഗായക സംഘത്തിന് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുന്നു. ഇപ്പോൾ ഇവിടെ തന്നെ 2 ഫാമിലീസ് ജൂബിലറീസ് ഉണ്ട്. ഇവിടെ വിവാഹത്തിന്റെ 25 വർഷം പൂർത്തിയാക്കുക. അവരാണ് കാഴ്ചവെപ്പിൽ പങ്കെടുത്തത്. ആ 2 കുടുംബങ്ങളെയും അഭിപിതാക്കന്മാർ അവർ ബ്ലെസ്സിംഗ് കൊടുത്ത് തിരി കൊടുക്കുന്ന സമ്മാനം. 25 വർഷം മുമ്പ് അവർ ആരംഭിച്ചതോടുകൂടി ഏറ്റവും മനോഹരമായിട്ട് അവരുടെ മക്കൾ നല്ല വിശ്വാസവും അവരുടെയൊക്കെ മക്കൾ നന്നായിട്ട് സഭയോട് ചേർന്ന് പങ്കാളികളായിട്ടുണ്ട്. അവരെ നല്ല പേടിയോടെ ചേർന്നാക്കാൻ എല്ലാവരോടും സുവിശേഷം അറിയിക്കുവാൻ നിയോഗിക്കപ്പെട്ട ഞങ്ങളെ അങ്ങ് തിരുവചനത്താൽ പ്രകാശിപ്പിക്കുകയും ആത്മീയ ഭോജനത്താൽ പരിപോഷിപ്പിക്കുകയും ചെയ്തു. അങ്ങയുടെ അനന്തമായ സ്നേഹത്തിന് നിരന്തരം കൃതജ്ഞത അർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും.
നിന്റെ ശരീരവും രക്തവും നൽകി പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ പൗത്രീകരിച്ചതിനെ ഓർത്ത് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. വിചാരത്താലും വചനത്തിലും പ്രവൃത്തിയിലും നിനക്ക് സാക്ഷിയാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വപവാസികളോടും ഉപവാസികളോടും ചേർന്ന് ഈ അനന്തദാനത്തിന് നിനക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥായ നീയും അഭിമന്യ ജോർജ് ബോക്കട്ടിലാമന്റെ ആകെപ്പെട്ട പേരൻസ് ഇവിടെയുണ്ട്, ഒരു കുടുംബാംഗങ്ങളുണ്ട്. അവർക്ക് കൃത്യമായിട്ട് ഞാൻ സിസ്റ്ററിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ സ്ഥാനം കൃത്യമായിട്ട് പ്രഖ്യാപിക്കുന്നു. നല്ലൊരു കൈകൾ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കും. അതിനുശേഷം ഒരു ഫാമിലി മെമ്പേഴ്സിനെ
In His embrace we rise, answering the call. Together we will fight. Our voices loud and clear. In this anthem of redemption, faith cast out fear. With the power of the heavens, our voices shall unite. In the light of truth we blaze through darkest night. As warriors of the faith, we claim victory. In every single heartbeat, His love sets us free. Together we will rise, our banner held up high. In this symphony of courage, we will never die. The narrative we shatter, we build the walls of hope. In the midst of battles with Christ, we'll let you go. Chains are breaking now, we're speaking at the name. In this great of love, we'll never be the same. Together we will stand, our hearts forever strong. In this symphony of praise, we know where we belong. Through valleys low we rise above, our spirits soar. With the voice of angels guiding us to open doors. Together we will fight, unbounded in your tears. In this anthem of freedom, Tawfiq Kadri. With the power of the heavens, we get to burn the tide. In the light of truth, we blaze through darkest night. As warriors of the faith, we gain victory. In resounding peace, last night and the sky. Together we will rise, our banner held up high. In this symphony of courage, we will never die. Together we'll break the chains, we'll claim our rightful place. In the echoes of this glory,